ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയിലെ കോടതി രംഗങ്ങളിലെ ജാനകി എന്ന പേര് മാറ്റാമെന്ന് നിർമ്മാതാക്കൾ. സബ്ടൈറ്റിൽ മാത്രമായ ജാനകി എന്ന പേര് മാറ്റുന്നതിൽ എന്ത് പ്രശ്നമെന്ന് സെൻസർ ബോർഡ്. ഹർജി മെറിറ്റിൽ പരിശോധിച്ച് ഉത്തരവിറക്കാമെന്ന് ഹൈക്കോടതി. കലാപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ എന്ന് ഹൈക്കോടതി ചോദിച്ചു. മലയാളത്തിൽ ജാനകി ജാനെ, പട്ടാളം ജാനകി എന്നൊക്കെ പേരുകൾ ഇട്ടിട്ടുണ്ടല്ലോ എന്ന് കോടതി ചോദിച്ചു. ഹർജി 3 മണിക്ക് വീണ്ടും പരിഗണിക്കും. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഇന്ന് 3 മണിക്കാണ് ഇന്ന് ഹൈക്കോടതി സുപ്രധാനമായ വിധി ഇക്കാര്യത്തിൽ പുറപ്പെടുവിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയിലെ കോടതി രംഗങ്ങളിലെ ജാനകി എന്ന പേര് മാറ്റാമെന്നാണ് നിർമ്മാതാക്കൾ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ കോടതി ഉച്ചയ്ക്ക് മുമ്പ് കേസ് പരിഗണിച്ചപ്പോൾ ജാനകി വി ജാനകി എന്നിങ്ങനെ ഇത് മാറ്റിക്കൂടെ എന്ന് ആരാഞ്ഞിരുന്നു. അതിന് നിർമ്മാതാക്കൾ മറുപടി നൽകിയിരിക്കുകയാണ്. രേഷ്മ, ഈ കേസ് ഇന്ന് തീരുമോ? എന്താണ് നിർമ്മാതാക്കളുടെ കോടതിയിലെ നിലപാട്? നിലവിൽ JSK എന്നുള്ള അതിന്റെ നിർമ്മാതാക്കൾ നൽകിയിട്ടുള്ള ഹർജി ഹൈക്കോടതി 3 മണിക്ക് വീണ്ടും പരിഗണിക്കും. പ്രധാനമായിട്ടും ഹൈക്കോടതി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഈ ജാനകി എന്നുള്ള പേര് അത് ആ ഒരു ചിത്രം പ്രദർശിപ്പിക്കുന്ന സമയത്ത് ജാനകി എന്നുള്ള പേരിന് മതപരമായിട്ട് യാതൊരു തരത്തിലും ബന്ധമില്ല ആ കഥാപാത്രത്തിന് എന്നുള്ള രീതിയിൽ ആ സ്ക്രീനിൽ അടിക്കുറിപ്പ് നൽകണം എന്നുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരം ഒരു ശുപാർശ ഹൈക്കോടതി ഇന്ന് മുന്നോട്ട് വെച്ചിരുന്നു. ഇക്കാര്യത്തിൽ മറുപടി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഹൈക്കോടതി 3 മണിക്ക് ഹർജി പരിഗണിക്കാനായിട്ട് മാറ്റിയിട്ടുള്ളത്. ഇനി ഈ നിർമ്മാതാക്കളുടെ അല്ലെങ്കിൽ നിർമ്മാതാക്കൾ, അതായത് ഹർജിക്കാരായിട്ടുള്ള നിർമ്മാതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് അത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഹൈക്കോടതിയിൽ 3 മണിക്ക് മറുപടി നൽകും. ഇന്ന് പ്രധാനമായിട്ട് ഉച്ചയ്ക്ക് ശേഷം ഈ ഹർജി പരിഗണിച്ച സമയത്ത് ഹൈക്കോടതിയിൽ സെൻസർ ബോർഡും അതോടൊപ്പം തന്നെ നിർമ്മാതാക്കളും ചില വിശദീകരണങ്ങൾ നൽകിയിരുന്നു. സെൻസർ ബോർഡ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ, അതായത് ഈ കോടതിയുടെ ചില രംഗങ്ങളിൽ ജാനകി എന്നുള്ള പേര് ഒഴിവാക്കണം, അത് മ്യൂട്ട് ചെയ്യണം, അതോടൊപ്പം തന്നെ ഈ സബ്ടൈറ്റിലെ പേര് മാറ്റണം തുടങ്ങിയ നിർദ്ദേശങ്ങളായിരുന്നു സെൻസർ ബോർഡ് മുന്നോട്ട് വെച്ചത്. അതിൽ എല്ലാ നിർദ്ദേശങ്ങളും ഒന്നും തന്നെ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് നിലവിൽ ഹർജിക്കാരായിട്ടുള്ള നിർമ്മാണ കമ്പനി ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. അതുകൂടാതെ തന്നെ ഈ കോടതിയുടെ, അതായത് കോടതി രംഗങ്ങളിൽ ജാനകി എന്നുള്ള പേര് പറയുന്നത് അത് ഒഴിവാക്കാം, അത് മ്യൂട്ട് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഹർജിക്കാരായിട്ടുള്ള നിർമ്മാണ കമ്പനി ഹൈക്കോടതിയെ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ സെൻസർ ബോർഡ് ചില എതിർവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ പത്മാവതി എന്നുള്ള സിനിമയ്ക്ക് പിന്നീട് പേര് പത്മാവത് എന്നാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഡിജിറ്റൽ യുഗത്തിൽ സ്വാഭാവികമായിട്ടും സിനിമയുടെ പേര് മാറ്റുന്നതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ല എന്നുള്ള ഒരു എതിർവാദമായിരുന്നു സെൻസർ ബോർഡിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചത്. പ്രധാനമായിട്ടും ഈ സബ്ടൈറ്റിൽ അടക്കം, അതിന്റെ ടീസർ അടക്കം സെൻസർ ബോർഡ് അംഗീകരിച്ചുകൊണ്ട് അത് ഇറങ്ങിയിട്ടുണ്ട്. അതിലടക്കം ജാനകി എന്നുള്ള പേരാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് വീണ്ടും മാറ്റുന്നത് കനത്ത സാമ്പത്തിക നഷ്ടത്തിലേക്ക് നയിക്കുമെന്നുള്ള ഒരു വാദഗതിയായിരുന്നു ഹർജിക്കാരായിട്ടുള്ള നിർമ്മാണ കമ്പനി മുന്നോട്ട് വെച്ചത്. ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞത് ഈ അടിക്കുറിപ്പിൽ, അതായത് ഈ സിനിമ പ്രദർശിപ്പിക്കുന്ന സമയത്ത് ജാനകി എന്നുള്ള കഥാപാത്രത്തിന് യാതൊരു തരത്തിലും മതപരമായിട്ടുള്ള ബന്ധം ഇല്ല എന്നുള്ള അടിക്കുറിപ്പ് നൽകാനാകുമോ എന്ന കാര്യത്തിൽ ഒരു നിലപാട് തേടിയിരിക്കുകയാണ്. അതിൽ നിർമ്മാണ കമ്പനി, അതായത് ഹർജിക്കാരായിട്ടുള്ള നിർമ്മാണ കമ്പനി ഒരു മറുപടി ഹൈക്കോടതിയിൽ നൽകണം. 3 മണിക്ക് ഇക്കാര്യത്തിലായിരിക്കും ഹൈക്കോടതി അത് പരിശോധിച്ചുകൊണ്ട് ഒരു ഉത്തരവിലേക്ക് ഒരുപക്ഷെ കടന്നേക്കും. മെറിറ്റ് അടിസ്ഥാനത്തിൽ ഈ ഹർജിക്കാരുടെ ആവശ്യങ്ങൾ അതോടൊപ്പം തന്നെ സെൻസർ ബോർഡിന്റെ നിലപാടുകളും പരിശോധിക്കാം. അതിനുശേഷം ഒരു ഉത്തരവ് പറയാമെന്നുള്ള കാര്യം തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, ചില പരിഹാസ രൂപേണയുള്ള നിരീക്ഷണങ്ങളും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. കാരണം 77 കാലഘട്ടത്തിൽ പട്ടാളം ജാനകി, അതോടൊപ്പം തന്നെ ജാനകി ജാനെ, അങ്ങനെ മലയാളത്തിൽ നിരവധി ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ജാനകി എന്നുള്ള പേരിൽ. അന്നൊന്നും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ള പരിഹാസ രൂപേണയുള്ള ഒരു നിരീക്ഷണവും ജസ്റ്റിസ് N നഗരേഷിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. അതുമാത്രമല്ല, ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ എന്നുള്ള ചോദ്യവും സെൻസർ ബോർഡിന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. എന്തായാലും ഹൈക്കോടതി ഇക്കാര്യത്തിൽ വിശദമായിട്ട് തന്നെ ഉത്തരവിറക്കാം എന്നുള്ള ഒരു നിലപാടിലേക്കാണ് എത്തിയിരിക്കുന്നത്. 3 മണിക്ക് ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. അന്നേരം ഈ നിലവിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള, ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ള ശുപാർശ എന്ന് പറയുന്നത് ഈ ചിത്രം പ്രദർശിപ്പിക്കുന്ന സമയത്ത് അടിക്കുറിപ്പിൽ ജാനകി എന്നുള്ള പേരിന് മതപരമായിട്ടുള്ള ബന്ധമില്ല എന്നുള്ളത് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. അതിൽ നിർമ്മാതാക്കളുടെ അല്ലെങ്കിൽ നിർമ്മാണ കമ്പനി ഒരു വിശദമായിട്ടുള്ള ഒരു മറുപടി നൽകും. അതനുസരിച്ചായിരിക്കും ഹൈക്കോടതി ഈ ഹർജിയിൽ ഒരു തീരുമാനം കൈക്കൊള്ളുക. നീലിമ.